ഈ പറയുന്ന തന്റെ സുഹൃത്തായിട്ടുള്ള ഇന്നസെന്റിനോട് പറയുന്നത് എളുപ്പമല്ലല്ലോ ഇമാരി കാര്യങ്ങൾ ഓരോന്ന് കിട്ടാൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു തലപ്പത്തിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഈ പറയുന്ന ഒരു പോസ്റ്റ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനി കൂടുതലായിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് കടക്കാതെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫാക്ട്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പോയാൽ തന്നെ. ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ SSC RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SSC RRB യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് GD എക്സാം ഇങ്ങനെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ അതിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അവസാനത്തോടുകൂടി ഇഷ്ടമായെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവസാനത്തെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്നതിലുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന പല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒന്ന് സജഷനായിട്ട് താഴെ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്. നമ്മൾ ഈ ഒരു മീമിൽ നിന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ, ഈ പറയുന്ന പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം, മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഈ മെഗാസ്റ്റാർ മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഈ കഥാപാത്രം വളരെ എന്താ പറയുക, നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരു കഥാപാത്രത്തെ പോലെയാണ് സംവിധായകൻ അതിൽ കൊണ്ടുവന്നത്. ഈ പ്രാഞ്ചിയേട്ടൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് ആവാൻ വേണ്ടി, അതുപോലെ തന്നെ പത്മശ്രീ ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെൽത്ത് ഒരുപാട് എന്താ പറയുക, പല രീതിയിലുള്ള ബ്രൈബും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഭാഗമായിട്ട് പല രീതിയിൽ ഒന്ന് പത്മശ്രീ ലഭിച്ചാൽ തൻ്റെ ആ ഒരു പേരൊന്ന് മാറ്റി കിട്ടണം എന്നുള്ള രീതിയിലൊന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ ചെന്ന് എത്തുന്നത് അവസാനമൊക്കെ നെഗറ്റീവിലാണ്. അതൊന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, ആ സാഹചര്യത്തിൽ പത്മശ്രീക്ക് വേണ്ടി പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പർട്ടിക്കുലർ സീൻ വരുന്നത്. ഈ പറയുന്ന തന്റെ സുഹൃത്തായിട്ടുള്ള ഇന്നസെന്റിനോട് പറയുന്നത് എളുപ്പമല്ലല്ലോ ഇമാരി കാര്യങ്ങൾ ഓരോന്ന് കിട്ടാൻ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നസെന്റ് പറയുന്നുണ്ട് ഒരു ഡയലോഗ്, പിന്നെന്താ വിചാരിച്ചത്, ഇത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ ടീം 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 എന്നൊക്കെ പറയുന്ന പോലെയാണോ, ഇതിനൊക്കെ ഓരോന്നിനും ഓരോതായിട്ടുള്ള സമയമുണ്ട് അല്ലെങ്കിൽ എഫേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു തലപ്പത്തിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഈ പറയുന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവരൊക്കെ അതിൻ്റെതായിട്ടുള്ള എഫേർട്ടുകൾ എടുത്തുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രോവർബ് ഓർമ്മയുണ്ടാവും, ഗ്രേറ്റ് സിറ്റി ഓഫ് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. റോം എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടല്ല നിർമ്മിക്കുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഒരു എഫേർട്ടുകളുടെ ഭാഗമായിട്ട് കയർന്നു വന്നിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു കാര്യം. ഓക്കെ, ഈ പറയുന്ന GD എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 2024 ഒരുപാട് SSC എക്സാംസ് ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഒരുപാട് വാക്കൻസികളൊക്കെയാണ്, നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ പോകുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാർ ഓരോ ദിവസം എന്ത് ചെയ്യുക, ഇംപ്രവൈസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നിങ്ങൾ എടുക്കുന്ന ഓരോ ദിവസത്തെ എഫേർട്ടിനും അതിൻ്റെതായിട്ടുള്ള ഷുവർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. ഷുവർ ആയിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ചില കാര്യങ്ങളിലൊക്കെ ചെറിയ പരാജയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആവാതെ, നെഗറ്റീവായി പോവാതെ എന്ത് ചെയ്യുക, ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രാഞ്ചിയേട്ടനെ പോലെ മുന്നോട്ട് വരിക. അവസാനം പ്രാഞ്ചിയേട്ടനെ തേടി ആ ഒരു നിധി തിരിഞ്ഞു വരുന്നത് പോലെ ആ പറയുന്ന നായികയിലൂടെ, ആ പറയുന്ന ആ ഒരു കൊച്ചു പയ്യനെ ദത്തെടുക്കുന്നതിലൂടെ വരുന്നതിലൂടെ നിങ്ങളിലൂടെയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എത്തും എന്നുള്ളതാണ് ശുഭമായിട്ട് പ്രതീക്ഷിക്കാവുന്ന കാര്യം. നമ്മൾ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, ആദ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ചോദ്യം. ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ടു ദി രാജ്യസഭ ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് എത്ര ആളുകളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, നമുക്കറിയാം രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പെർമനന്റ് ഹൗസ് ആണ്. ഇന്ത്യയുടെ ഒരു പെർമനന്റ് ഹൗസ് ആണ് ഈ പറയുന്ന രാജ്യസഭ, അല്ലെ? ആ പെർമനന്റ് ഹൗസ് ആയിട്ടുള്ള രാജ്യസഭ 250 സ്ട്രെങ്ത് ആണ് ഉള്ളത്. ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 250 ആണ്. അതിൽ 238 പേരാണ് ഈ പറയുന്ന ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ്. ബാക്കിയുള്ള ഈ 12 പേരെയും നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള 12 പേരാണ് ബാക്കിയുള്ളത്. ആ 12 പേരെന്ന് പറയുന്നത് കല, കായികം, സാംസ്കാരികം, അതുപോലെ തന്നെ പബ്ലിക് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് പോലെയുള്ള മേഖലകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന രാജ്യസഭയിലേക്ക് ഈ പറയുന്ന 12 പേര്, ആ കൂട്ടത്തിലുള്ള 12 പേര് നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ കേരളത്തിൽ നിന്ന് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷ ഇപ്പം എന്താണ്, ഒരു രാജ്യസഭ MP ആണ്. കായികം എന്നൊരു മേഖലയിൽ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന PT ഉഷ. അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു രാജ്യസഭ MP ആക്കിയിട്ടുണ്ട്. അതുപോലെ സിനിമ, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, പബ്ലിക് ലീഡർഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്ത്യൻ പാർലമെന്റിൽ
പാർലമെന്റിലേക്ക് ഇതിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഒരു പദവിയാണ്, അല്ലെങ്കിൽ ഒരു ഇറ്റ് ഈസ് ദ പവർ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആരെ? 12 പേരെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേ ഈ ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. രാജ്യസഭ എന്ന് പറയുന്ന ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലേക്ക്. രാജ്യസഭ എന്ന് പറയുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന അറിയാലോ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് രാജ്യസഭ. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഈ പറയുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ അതൊന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. രാജ്യസഭ ഈസ് ഓൾസോ നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. അതിൽ ടോട്ടൽ അംഗസംഖ്യ 250 പേരാണ്. ബാക്കി 12 പേരെന്താണ്? ഇപ്പൊ അതിലും 238 പേര് ഇലക്റ്റഡ് പേരും, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറികളിൽ നിന്ന് കയറി വരുന്ന ആളുകളാണ്. ബാക്കിയുള്ള 12 പേരും എന്താണ്? ഈ പറയുന്ന സോഷ്യൽ സർവീസ് ബാക്കിയുള്ള മേഖലകളിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫാക്ട്സ് ഒക്കെ ഒന്ന് എക്സാമിന് പോകുന്ന ആളുകൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. രാജ്യസഭ എന്താണ്, ബില്ലുകൾ എന്തൊക്കെയാണ്, മണി ബില്ല് എന്തൊക്കെയാണ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പാർലമെന്റ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നുണ്ട് കൂട്ടുകാരെ. എന്താണ്? ഇറ്റ്സ് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ അമെൻഡിങ് ദ ലോ റിലേറ്റിംഗ് ടു an ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങൾ എന്ന് പറയുന്ന റെഗുലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഈ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഈ പറയുന്ന എ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് ഇന്ത്യൻ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരം? ഓക്കെ, ആരാണെന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക്, പഠിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യമായിരിക്കും. അന്ന് ഫേസ് ചെയ്ത ആളുകൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ അല്ല. ഓക്കെ, പ്രൈം മിനിസ്റ്റർക്ക് ഒന്നും ഒരു തരത്തിലുള്ള പ്രൈം മിനിസ്റ്റർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്, പ്രൈം മിനിസ്റ്റർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി സുപ്രീം കോടതിക്ക് ഇതിൽ കാര്യമായിട്ടുള്ള റോളില്ല, സുപ്രീം കോടതിയും അല്ല. ഓക്കെ, ഇനി പ്രസിഡന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റും അല്ല. ഓക്കെ, അത് ഇന്ത്യയുടെ പാർലമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അമെൻമെന്റ് കൊണ്ടുവരണമെങ്കിൽ അതിൽ മുന്നോട്ട് വെക്കേണ്ട ഒരു ആളെന്ന് പറയുന്നത് ഈ പറയുന്ന പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പാർട്ട് 2 മെൻഷൻ ചെയ്യുന്നുണ്ട്. പാർട്ട് 2 ഇസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സംതിങ് റിലേറ്റഡ് ടു ദി സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പിനെ പറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന പാർട്ട് 2. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തന്നെ ഭേദഗതികൾ കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിൽ ചർച്ച വരണം. പാർലമെന്റിലാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 11 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട് ദി പവർ ഓഫ് ദി പാർലമെന്റ് ടു റെഗുലേറ്റ് or make any laws regarding the Indian citizenship. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന റെഗുലേഷൻസും അമെൻമെന്റ് ഒക്കെ വരുന്നത് ഈ പറയുന്ന പാർലമെന്റിലെ കാര്യങ്ങൾ ശേഷമാണ്. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വരുന്നത്, ആക്ട് വരുന്നത്. അതിനുശേഷം പലതവണയായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് കൊറോണയ്ക്ക് മുൻപ് 2019 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ രാജ്യം ഫേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പേപ്പറിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. അപ്പൊ പാർട്ട് 2 നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വന്നിട്ടുള്ള അമെൻമെന്റ് ആക്ട്, അതിലൂടെ കൊണ്ടുവന്ന പ്രൊവിഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനിയും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് അണ്ടർ ആർട്ടിക്കിൾ 112 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡാഷ് കോൾഡ് ഡാഷ്. അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓരോ വർഷവും പുറത്തിറക്കാറുണ്ട്. അതിന് മറ്റൊരു പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് പബ്ലിക് അക്കൗണ്ട് ആണോ, അതോ കൺസോളിഡേറ്റഡ് ഫണ്ട് ആണോ, അതോ ബഡ്ജറ്റ് ആണോ, അതോ റവന്യൂ അക്കൗണ്ട് ആണോ? ഇതാണ് വളരെ മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 112 പറയുന്നത് ഈ പറയുന്ന ബഡ്ജറ്റിനെ പറ്റിയാണ്. ഓക്കെ, ബഡ്ജറ്റിനെ പറ്റി പറയുന്ന മറ്റൊരു പേരാണ് ഈ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബഡ്ജറ്റിന് പറയുന്ന ഒരു പേരാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫണ്ട് പോകണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചെലവഴിക്കണം. ഇപ്പൊ ഡിഫൻസ് മേഖലയിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 45 ലക്ഷം കോടി രൂപയുടെ ചെലവാണ് ഈ പറയുന്ന വകയിരുത്തിയിരിക്കുന്നത്, ബഡ്ജറ്റിന് വേണ്ടി വകയിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 5,94,000 കോടി രൂപ ഏകദേശം ഈ പറയുന്ന ഡിഫൻസ് മേഖലയിലേക്കാണ് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻസ്, മറ്റ് സോഷ്യൽ വെൽഫെയർ സ്കീംസ്, അതൊരു സേവനങ്ങൾ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഡിഫൻസ് മേഖലയ്ക്കാണ്. ആ ഡിഫൻസ് മേഖലയിൽ
ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം, അതായത് ഈ ബഡ്ജറ്റ് പ്രകാരം ഇത്ര 5,94,000 കോടി രൂപ കൊടുത്തു. ഏകദേശം നോക്കിയേ ഒരു 10% കൂടുതൽ എവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ പറയുന്ന ഡിഫൻസ് മേഖലയിലാണ് കൊടുത്തത്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ 2023 ഫെബ്രുവരി 1 അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിനെ പറ്റി നോക്കി പോവുക. സപ്തഋഷീസ് എന്നുള്ള രീതിയിൽ 7 മേഖലകളിലേക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി അപ്കമിങ് എക്സാംസിനൊക്കെ വരുന്നതിൽ കൊണ്ട്, അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഒക്കെ കഴിയുന്നത് കൊണ്ട്, ഇപ്പോൾ CHSL വരുന്നുണ്ട്, CGL എക്സാം ഒക്കെ വരുന്നത് കൊണ്ട് അവിടേക്ക് പോകുന്ന സമയത്തും ആ ഒരു ബഡ്ജറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫണ്ട് അലോക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആർട്ടിക്കിൾ 110 ഈ പറയുന്ന മണി ബില്ല്, അതുപോലെ തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഒന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഈ പറയുന്ന ചെലവും വരവും കാര്യങ്ങളും ഒക്കെ തന്നെ വകയിരുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് എമംഗ് ദ ഫോളോയിങ് കമ്മിറ്റി റെക്കമെൻഡഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് കിരൺ സിൽവ കമ്മിറ്റി, ഓപ്ഷൻ ബി ഖട്ടർ കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് കമ്മിറ്റിയാണ് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി എന്നുള്ളത്? ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ വ്യക്തിയാണ്, ബൽവന്ത് റായ് മെഹ്ത്ത. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് ഇന്ത്യയിലെ 3 ടയർ പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് രാജ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. 1957 രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു കമ്മിറ്റി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് ഈ പറയുന്ന ഇന്ത്യയിലെ 3 ടയർ സംവിധാനം, പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കേണ്ട കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു ഗ്രാമതലത്തിൽ, ഒരു വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ, വാർഡുകൾ ചേർന്നുകൊണ്ട് ഒരു ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തും, അതുപോലെ തന്നെ ബ്ലോക്കുകൾ ലെവലിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തും, അതുപോലെ തന്നെ ജില്ലാ പരിഷത്തിന്റെ പേരിൽ ജില്ലകളുടെ ഡിസ്ട്രിക്ട് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 ടയർ ഓഫ് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ബൽവന്ത് റായ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏപ്രിൽ 24 ഏപ്രിൽ 24 ഈ പറയുന്ന പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പഞ്ചായത്ത് രാജ് ഡേ. ഓക്കെ, ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഏപ്രിൽ 24 സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എക്സാമിന് പോകുമ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ആർട്ടിക്കിൾ ഈ പറയുന്ന 243 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള പാർട്ട് 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഈ 3 പാർട്ടും വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ 73ാമത്തെ അമെൻമെന്റ് 1992, 74ാമത്തെ അമെൻമെന്റ് 1992, അതിനോടൊപ്പം തന്നെ 11ാമത്തെ ഷെഡ്യൂള്, 12ാമത്തെ ഷെഡ്യൂള്, ഇതൊന്ന് തറോ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. തീർച്ചയായിട്ടും പഞ്ചായത്ത് രാജിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ ഓഫ് എനി പേഴ്സൺ ടു ബിക്കം ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലെ ഗവർണർക്ക് ആവാനുള്ള യോഗ്യത അല്ലാത്ത കാര്യം ഏതാണ്? നോട്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. എക്സാമിന് ഇരിക്കുന്ന ഒരാള് പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ നോട്ട് അങ്ങോട്ട് മറയ്ക്കും. ബാക്കി ബ്രെയിൻ, നമ്മുടെ ആ ഹ്യൂമൻ ബ്രെയിൻ ആ സമയത്ത് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് ആ നോട്ട് എന്നുള്ള സംഭവം അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് മറയ്ക്കും. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ കാണുന്ന ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ കാണുന്ന ഒരു കാര്യം, ഈ എലിജിബിലിറ്റിയെ പറ്റിയാ ചോദിച്ചെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യും. തെറ്റും. മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 30 years of age എന്നാ പറയുന്നത്. ഓക്കെ, നോട്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത്, ഏജ് യോഗ്യത എന്ന് പറയുന്നത് 35 years of age ആണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ക്രൈറ്റീരിയ. പിന്നെ അതിനുശേഷം 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ ഒരു തരത്തിലുള്ള നിയമസഭയിലെയോ അതുപോലെ തന്നെ പാർലമെന്റിലെയോ അംഗമാവാൻ പാടില്ല. അത് 3ാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ആദായം പറ്റുന്ന രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടാൻ പാടില്ല. അത് 4ാമത്തെ കാര്യം. അങ്ങനെ അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
അതിൽ ഈ പറയുന്ന 35 വയസ്സ് എന്നുള്ളത് അവിടെ തെറ്റായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് പെട്ടെന്ന് തന്നെ നോട്ട് എന്നുള്ളത് എക്സാമിനേഷൻ ഒരു തിരക്കിൽ നമ്മൾ ആ 1 മണിക്കൂറിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വേഗം ഇത് പെട്ടെന്ന് വായിച്ചു പോകണം. അവിടെയാണ് അവർ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കുടുക്കുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വിട്ടു പോകരുത്. നോട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യന് ആദ്യമായിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകാതെ, എന്താ പറയുക, മോക്ക് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ എക്സാമിന് പോയിട്ട് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. റെഗുലർ ഇന്റർവെൽസിൽ കൃത്യമായിട്ട് റിവിഷനും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ലെവൽ ഓഫ് നോയിങ് ഒന്ന് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നത് പരീക്ഷാ ഹാളിലാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പെർഫോം ചെയ്യുന്നതിന് ഒരു ഡ്രോബാക്ക് അവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് എക്സാം എഴുതി ശീലിക്കുന്നില്ല. എക്സാം കൃത്യമായിട്ട് റെഗുലർ ഇന്റർവെൽസിൽ എഴുതി ശീലിക്കണം. നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ എവിടെ നിൽക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് വന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചെടുക്കാനുള്ള ഒരു സമാധാനം നമുക്ക് കിട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. മിനിമം ഈ കുടുക്കുകൾ പോയി പെടരുത്. കൃത്യമായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡസൻറ്റ് ഫോളോ പഞ്ചായത്ത് രാജ് സിസ്റ്റം? അവിടെയും കൊടുക്കുക ഡസൻറ്റ് ഫോളോ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഡസൻറ്റ് ഫോളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ രാജസ്ഥാനുണ്ട്. രാജസ്ഥാനിൽ വന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ രാജസ്ഥാൻ. അതുകൊണ്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യും. തെറ്റാണ്. ഈ പറയുന്ന നോട്ട് ചെയ്ത് വെക്കുക. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കാത്ത സ്റ്റേറ്റിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് രാജസ്ഥാനാണോ, ആസാമാണോ, ത്രിപുരയാണോ, മിസോറാം എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ഉത്തരം? കൂട്ടുകാർക്ക് ഉത്തരം തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഉത്തരമാണ് മിസോറാമാണ്. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെടുന്ന ഈ പറയുന്ന മിസോറാമിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലും അതുപോലെ തന്നെ മേഘാലയയിലും എന്തില്ല, ഇതുവരെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 243 എം പ്രകാരം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി കോമ്പോസിഷൻ ഓഫ് ദി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പറ്റി പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഈ 3 ഏത് മിസോറാം, മേഘാലയ അതുപോലെ തന്നെ നാഗാലാൻഡ്, ഈ 3 എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ പഞ്ചായത്ത് രാജ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ടുള്ള ന്യൂഡൽഹിയിലും എന്തില്ല, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹിയിലും എന്തില്ല, ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം ഇല്ല. അപ്പോൾ ഇനി തെറ്റിക്കരുത്. ഇനി കൃത്യമായിട്ട് 1 വർഷം മുൻപ് 2 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പരീക്ഷകളിൽ ചോദിച്ചിട്ടൊരു ചോദ്യമാണ്, ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്സിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്ഷൻ ഓഡ് 1 ആണ്, പിക്ക് ദം ഔട്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നാഗാലാൻഡ് ആയിരുന്നു, സെക്കൻഡ് ഓപ്ഷൻ മേഘാലയ ആയിരുന്നു, തേർഡ് ഓപ്ഷൻ മിസോറാം ആയിരുന്നു, ഫോർത്ത് ഓപ്ഷൻ ഹിമാചൽ പ്രദേശ് ആയിരുന്നു. ഓക്കെ, കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് 4ാമത്തെ ഓപ്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് പറ്റി. അതാണ് പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ പഞ്ചായത്ത് രാജ് സംവിധാനമുണ്ട്. ബാക്കി 3 ഹിമാചൽ പ്രദേശ് ഈ ഒഴികെയുള്ള ബാക്കിയുള്ള 3 എന്താണ്, പഞ്ചായത്ത് രാജ് സംവിധാനം ഇല്ല. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു കാര്യം അറിയുമ്പോൾ ഡെപ്തിൽ മനസ്സിലാക്കി പഠിച്ചു വെക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ആപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാം തന്നെ ഇത് എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് ഹൈക്കോർട്ട് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് ബെഞ്ചസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ള ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ ജൂറിസ്ഡിക്ഷൻ, ഒരു സ്റ്റേറ്റിലേക്ക് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോടതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. അലഹബാദ് ഹൈക്കോടതിയാണോ, മുംബൈ ഹൈക്കോടതിയാണോ, ഗുവാഹത്തി ഹൈക്കോടതിയാണോ, പാട്ന ഹൈക്കോടതിയാണോ? മനസ്സിലാക്കി വെക്കുക. അലഹബാദ് ഹൈക്കോടതിയല്ല, മുംബൈ ഹൈക്കോടതിയല്ല, പാട്ന ഹൈക്കോടതിയല്ല, ഗുവാഹത്തി ഹൈക്കോടതിയാണ്. അസാമിലുള്ള ഗുവാഹത്തി ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ ബെഞ്ചസ് ഉള്ളത്. അതായത് ഈ പറയുന്ന മിസോറാമിനോ, ഈ പറയുന്ന നാഗാലാൻഡിനോ, അതുപോലെ തന്നെ ഈ പറയുന്ന 1948 മാർച്ച് 1 സ്ഥാപിതമായിട്ടുള്ള ഗുവാഹത്തി ഹൈക്കോടതി എന്താണ്, ഈ പറയുന്ന ഒരുപാട് സ്റ്റേറ്റുകളുടെ കോമൺ ഹൈക്കോടതിയാണ്. ഓക്കെ, ആസാം സ്റ്റേറ്റിലുള്ള ഈ ഗുവാഹത്തി ഹൈക്കോടതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നാഗാലാൻഡിന് സ്വന്തമായിട്ടൊരു ഹൈക്കോടതി ഇല്ല, അത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഓക്കെ, കൊഹിമയിലുള്ള ഗുവാഹത്തി ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഇവരുടെ ഹൈക്കോടതി എന്ന് പറയുന്നത്. അത് ഫോം ചെയ്ത ഡേറ്റ് 1 ഡിസംബർ 1972 ആണ്. 1 ഡിസംബർ 1972 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മിസോറാമിലാണെങ്കിൽ അവിടെയും ഹൈക്കോടതി ഇല്ല. അവിടെ ആസാമിന്റെ കോമൺ ഹൈക്കോടതി ആയിട്ടുള്ള ഈ പറയുന്ന ഗുവാഹത്തി ഹൈക്കോടതിയാണ് അവരുടെയും ഹൈക്കോടതി. അവരുടെ ബെഞ്ച് ഐസ്വാൾ ബെഞ്ച് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഫോം ചെയ്ത ഡേറ്റ് 5th ജൂലൈ 1990 ആണ്. 1990 ജൂലൈ 5 ഈ പറയുന്ന
ഐസ്വാൾ ബെഞ്ച് ഫോം ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഇറ്റാനഗർ ബെഞ്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഈ പറയുന്ന അരുണാചൽ പ്രദേശിന് വേണ്ടി. അത് ഫോം ചെയ്ത ഡേറ്റ് 2000 ഓഗസ്റ്റ് 12 ഈ 3 ഡേറ്റുകൾ നിങ്ങൾ ഓർത്തില്ലെങ്കിൽ പോലും ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ഹൈക്കോടതിയാണ്, 4 സ്റ്റേറ്റുകൾക്ക് കൂടി കോമൺ ആയിട്ടുള്ള ഹൈക്കോടതിയാണ്. ആസാമിനും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, ഈ പറയുന്ന മിസോറാം, ഈ പറയുന്ന നാഗാലാൻഡ്, ഈ 4 സ്റ്റേറ്റുകൾ കൂടെ കോമൺ ആയിട്ടൊരു ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ 3 ബെഞ്ചുകൾ, ഈ ആസാമിന് ഒരു ബെഞ്ച്, അതുപോലെ തന്നെ ഈ ബാക്കി 3 സ്റ്റേറ്റുകൾക്കും ഓരോരോ ബെഞ്ച്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള, അതായത് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിന്റെ ഡ്യൂറിസ്ഡിക്ഷനുള്ള ഈ പറയുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറയുന്ന ഗുവാഹത്തി ഹൈക്കോടതിയാണ്. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനിയും അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഗുവാഹത്തി ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ്, വിച്ച് ഫംഗ്ഷണറി ക്യാൻ ബി ഇൻവൈറ്റഡ് ടു ഗിവ് ഹിസ് ഒപ്പീനിയൻ ഇൻ ദി പാർലമെന്റ്? ഏത് വ്യക്തിക്കാണ്, താഴെ പറയുന്ന ഏതു വ്യക്തിക്കാണ് ഈ പറയുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്? പറയുന്ന അറ്റോർണി ജനറലിനാണോ, അതോ ചീഫ് ജസ്റ്റിസിനാണോ, അതോ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കാണോ, അതോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനാണോ? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചീഫ് ഹൈ ലോ ഓഫീസറാണ്, അല്ലെങ്കിൽ ചീഫ് ലീഗൽ അഡ്വൈസർ ആണ് ഈ പറയുന്ന അറ്റോർണി ജനറൽ. അത് ഇനി ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിമാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റ് ആണ് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ്. അതോ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാൻ ആണോ ഈ പറയുന്ന വ്യക്തി? അതോ ഈ പറയുന്ന വരവ് ചെലവ് കണക്കുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഇന്ത്യൻ ഓഡിറ്റിന്റെ ഒക്കെ ഹെഡ് ആയിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണോ? ആൻസർ അറിഞ്ഞിരിക്കുക. കൃത്യമായിട്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അറ്റോർണി ജനറൽ ആണ്. ആർട്ടിക്കിൾ 76 പ്രകാരം, ഓക്കെ, ആർട്ടിക്കിൾ 76 പ്രകാരം ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന പാർട്ട് 5 പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഈ പറയുന്ന കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് സുപ്രീം കോടതിയുടെ ഒരു അതായത് സുപ്രീം കോടതിയുടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയ ലീഗൽ അഡ്വൈസർ ആണ് ഈ പറയുന്ന വ്യക്തി, ഹയസ്റ്റ് ലോ മേക്കിംഗ് ഓഫീസർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് കോടതികളിലും ഒരു ഓഡിയൻസ് ആയിട്ട് ഈ വ്യക്തിക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് ചെന്ന് പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് രേഖപ്പെടുത്താനും ഈ പറയുന്ന വ്യക്തിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ ഒരു നോൺ പാർലമെന്റ് അംഗത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ അഭിപ്രായങ്ങൾ പാർലമെന്റിന്റെ അകത്ത് രേഖപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അത് ഈ പറയുന്ന അറ്റോർണി ജനറലാണ്. ബാക്കി ഒരു വ്യക്തിക്കും പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന വ്യക്തിക്ക് അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നമ്മളുടെ വിശ്വാസ വോട്ടെടുപ്പൊക്കെ വരുന്ന സമയത്ത് അതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഓക്കെ, ഒരു സഭയും ഒരു കാര്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി എത്ര പേർക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ചർച്ചയൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക, വോട്ട് രേഖപ്പെടുത്താനൊന്നും ഹി കനോട്ട് ഹാവ് ദ പർട്ടിക്കുലർ റൈറ്റ്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ മുന്നോട്ട് വെക്കാനായിട്ട് പ്രൊവിഷൻ ഉണ്ട്. അതാണ് ഈ പറയുന്ന അറ്റോർണി ജനറൽ ഏറ്റവും വലിയ പ്രത്യേകത. അതൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്രത്തിൽ അറ്റോർണി ജനറലിനുള്ള അതേ പദവി തന്നെയാണ് സംസ്ഥാനങ്ങളിൽ അഡ്വക്കേറ്റ് ജനറൽ. ഈ അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 76 അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് 165. ഓക്കെ, ഈ ഒരു നമ്പർ ഓർത്തു വെക്കാൻ തന്നെ വളരെ എളുപ്പമാണ്. 1 6 7 ശരിയല്ലേ? 1+6 എന്ന് പറയുന്നത് 7 ആണ്. 1+5 എന്ന് പറയുന്നത് 6 ആണ്. ശരിയല്ലേ? അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. 1+165 എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. 76 ഈ പറയുന്ന അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 1+6 എന്ന് പറയുന്നത് 7, 1+5 എന്ന് പറയുന്നത് 6. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് മാത്രമല്ല, പ്രസിഡന്റ് ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്, മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും 75ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. 75th ആർട്ടിക്കിളിലെ ഫസ്റ്റ് ക്ലോസ് പ്രകാരമാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററെയും ബാക്കിയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് സ്റ്റേറ്റിലും വരുന്നത്. ആർട്ടിക്കിൾ 164 പ്രകാരം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗവർണറിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗവർണർ എന്ത് ചെയ്യുന്നു, ഈ ചീഫ് മിനിസ്റ്ററെയും ബാക്കിയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നു. അതും സിമിലർ തന്നെയാണ്. 164 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. 164 1ഉം 6ഉം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 7, 1ഉം 4ഉം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 5. അങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റും. ഇനി അത് മാത്രമല്ല, ആർട്ടിക്കിൾ 74 പ്രകാരമാണ് there shall be a council of ministers to aid and advise the president എന്ന് പറയുന്ന ആർട്ടിക്കിൾ 74 ആണ്. ഇതേ കാര്യം തന്നെയാണ് സ്റ്റേറ്റിലെ ഗവർണർക്ക് വേണ്ടിയിട്ട് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 163 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 163 പറയുന്നത് എന്താ, ആർട്ടിക്കിൾ 163 പറയുന്നത് there shall be a council of ministers to aid and advise the governor എന്നാണ്. ഓക്കെ, അവിടെയും സെയിം തന്നെയാണ്. 1+6 = 7, 1+3 = 4. ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്.
ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും, പല ആർട്ടിക്കിളുകളും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ആർട്ടിക്കിൾ 124 സുപ്രീം കോർട്ടാണ്. ആർട്ടിക്കിൾ 214 ഹൈക്കോർട്ട് ഫോർ സ്റ്റേറ്റ് ആണ്. ദർ ഇസ് ഓൺലി ആൻ എക്സ്ചേഞ്ച് ഓഫ് നമ്പേഴ്സ്. ഡിജിറ്റ്സ് അവിടെ മാറ്റുന്നേ ഉള്ളൂ. ഈ രണ്ടിനെ പിടിച്ച് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ 124 മാറ്റി 214 ഇട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിയായി. അതേപോലെ തന്നെ ഈ 214 241 ഇട്ട് കഴിഞ്ഞാൽ ഈ യൂണിയൻ ടെറിട്ടറികളിലെ ഹൈക്കോടതിയായി. വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെയാണ് പ്രസിഡന്റ് ഓർഡിനൻസ് പുറത്തിറക്കുന്നത് 123 പറഞ്ഞ ആർട്ടിക്കിൾ പ്രകാരമാണ്. ശരിയല്ലേ? അതേപോലെ തന്നെയല്ലേ ആ നമ്പേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഗവർണർ ഓർഡിനൻസ് പുറത്തിറക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 213 വളരെ ഡിജിറ്റ്സ് ഒക്കെ പെട്ടെന്ന് മാറ്റിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 110 എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റുമായി കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട മണി ബില്ലാണ്. 199 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മണി ബില്ലാണ്. ഡിജിറ്റ്സ് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ ആർട്ടിക്കിളുകൾ, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ ഒന്ന് എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ട് പോവാം. അതൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ദ പവർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലോ കമ്മീഷൻ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. അന്ന് ഈ ചോദ്യം വന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഓപ്ഷൻ മാർക്ക് ചെയ്തത് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഓപ്ഷൻ തെറ്റായിരുന്നു. കാരണം ലോ കമ്മീഷന് ഇതിന് കാര്യമായിട്ട് റോളൊന്നുമില്ല. പിന്നെ കുറച്ച് ആളുകൾ പോയി ചെയ്തത് അവിടെയും തെറ്റായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ മൈനോറിറ്റി മാത്രമാണ് ശരിയുള്ള ഉത്തരത്തിലേക്ക് എത്തിയത്. ഓപ്ഷൻ ഡി. പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. പാർലമെന്റ് ആണ് ഇന്ത്യയുടെ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ എത്ര ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെയുള്ള ജഡ്ജസ് ഉൾപ്പെടെ എത്ര ആളുകൾ വേണമെന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. അത് കൃത്യമായിട്ട് അത് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ലോ കമ്മീഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തത്. അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും ക്വസ്റ്റ്യൻ. കാരണം അറിയാത്ത ഒരാൾ പെട്ടെന്ന് പോയിട്ട് അവിടെ ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഗസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് മാർക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം ആളുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ കൊടുക്കുന്നത്. അതിൽ പെട്ടുപോകാതെ കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്നും ഇനി തെറ്റിക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. പാർലമെന്റിന് മാത്രമാണ് എന്തുള്ളത്, ഈ പറയുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജസിന്റെ അംഗസംഖ്യ കൂട്ടണമോ കുറയ്ക്കണമോ എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ്? ഈ പറയുന്ന പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചരിത്രത്തിൽ പാർലമെന്റിനാണ് ആ ഒരു റൈറ്റ് ഉള്ളത്. ഏറ്റവും അവസാനം വരുന്നത് ബിൽ ഓഫ് 2019 പ്രകാരം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ജഡ്ജസ് അടക്കമുള്ള അംഗസംഖ്യ 34 ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം 33+1 33+1 ആണ് ഇപ്പോഴത്തെ ആ ഒരു ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അടക്കം ഇപ്പൊ 34 അംഗങ്ങളാണ് ഈ പറയുന്ന ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് DY ചന്ദ്രചൂഡ് എന്നാണ്. ഓക്കെ, അതിനു മുമ്പ് ഉള്ള ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന UU ലളിത് ആയിക്കോട്ടെ, രമണ ആയിക്കോട്ടെ, ഈ പറയുന്ന അതിന് മുൻപുണ്ടായിരുന്ന SA ബോബ്ഡെ ആയിക്കോട്ടെ, രഞ്ജൻ ഗൊഗോയ് ആയിക്കോട്ടെ, ഫസ്റ്റത്തെ വ്യക്തി ആരാണ്, അതുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. എക്സാമിന് പോകുന്ന സമയത്ത് സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ്, അതുപോലെയുള്ള ഹൈക്കോടതി ആര് അപ്പോയിന്റ് ചെയ്യുന്നു, എങ്ങനെയാണ് പുറത്താക്കേണ്ട കാര്യങ്ങൾ, ആ ഒരു നടപടിക്രമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, എക്സാമിന് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സിൽ പൊളിറ്റി എന്ന് പറയുന്ന മേഖലയിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്ക് ഷുവറായിട്ടും വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടെ ഉറപ്പ് പറയുന്നു, എൻട്രി ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള, ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇൻ വിച്ച് ഇയർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി അപ്രൂവ് ദ ഡിസൈൻ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്? അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്ന് ഫോം ചെയ്തു? അത് നോട്ട് ചെയ്ത് വെക്കുക. ആ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മളുടെ ദേശീയ പതാകയെ അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ വർഷം എന്നാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നോട്ട് ചെയ്ത് വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ 1946-ലാണോ, 1947-ലാണോ, 1948-ലാണോ, അതോ 1949-ലാണോ എന്നുള്ളതാണ് ചോദ്യം. കുറച്ചൊരു ടിപ്പിക്കലാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ 1946-ലേക്ക് കുറെ ആളുകൾ പോവും. അത് തെറ്റാണ്. 1949-ലേക്ക് പോകും. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണല്ലോ. അപ്പൊ അതിലും അങ്ങോട്ട് പോകും. അവിടെയൊക്കെ തെറ്റാ.
ഓക്കെ, അത് എപ്പോഴും ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിന് ഒരു കാര്യം നോട്ട് ചെയ്താൽ മതി. നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് 15 അപ്പൊ നമുക്ക് ബ്രിട്ടീഷ് പതാക താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ പതാക മുകളിലേക്ക് കൊണ്ടുവരണം. സോ ആ ഒരു നാഷണൽ സിംബൽ മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന ഇൻഡിപെൻഡൻസിന് മുൻപ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം പിന്നീടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യം. ഒന്ന് ഓർത്തു വെക്കാൻ, റിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നാഷണൽ ഫ്ലാഗ് മാത്രമാണ് 1947 അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. 22 ജൂലൈ 1947 ഈ പറയുന്ന നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്ന ട്രൈ കളർ ഫ്ലാഗ് അല്ലെങ്കിൽ തിരങ്ക എന്ന് പറയുന്ന പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന വ്യക്തി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഫ്ലാഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ദേശീയ പതാകയായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള നാഷണൽ ആന്തം, നാഷണൽ സോങ്, അതുപോലെ തന്നെ നാഷണൽ സിംബൽ ആയിട്ടുള്ള ലയൺഡ് ക്യാപിറ്റലൊക്കെ നമ്മൾ ഈ പറയുന്ന അഡോപ്റ്റ് ചെയ്യുന്നത് പിന്നീട് റിപ്പബ്ലിക്കിന് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക ഉള്ളൊരു കാര്യമാണ്. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. എക്സാമിന് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ നാഷണൽ ആന്തം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് 2 ദിവസം മുമ്പ് 24 ജാനുവരി 1950. ഇപ്പോഴും ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ റിപ്പബ്ലിക് ഡേ 1948 വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഇനി തെറ്റിക്കരുത് കേട്ടോ, 1948 1950 അപ്പൊ അത് ഒന്ന് എക്സാമിന് വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് നമ്മുടെ ഒരു കോമൺ സെൻസ് ഒക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഹിൻഡർ ചെയ്യും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഓപ്ഷനിലൊക്കെ തെറ്റിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നാഷണൽ ആന്തം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 24 ജാനുവരി 1950 അതാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് നമ്മൾ പറയുന്നത്. ദേശീയ ആന്തം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കവി എഴുതിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ജനഗണമനയാണ്. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എഴുതിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള വന്ദേ മാതരം നാഷണൽ സോങ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതും അതേ ദിവസം തന്നെയാണ്, 24 ജാനുവരി 1950. അതുപോലെ തന്നെ നാഷണൽ എംബ്ലം ആയിട്ടുള്ള ലയൺഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സിംഹമുദ്ര അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിവസമാണ്, 26 ജാനുവരി 1950. ഇതേ ദിവസമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് ഈ ദിവസമാണ്. അതുകൊണ്ടാണ് വി ആർ നോൺ ആസ് റിപ്പബ്ലിക് ഡേ. ഓക്കെ, നമുക്കൊരു എലക്റ്റഡ് ഹെഡോട് കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മൾ റിപ്പബ്ലിക്. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് ഉൾക്കൊള്ളുന്നത്. ശരിയല്ലേ? അതേപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം അതെന്താ, ഒരു 26 നവംബർ 1949. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഡേറ്റുകൾ എക്സാമിന് പോകുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്ന 1946 ഫസ്റ്റ് സമ്മേളനം ഓർത്തു വെക്കണം. ആരാണ് ഫസ്റ്റ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഫുൾ ടൈം പ്രസിഡന്റ് ആരായിരുന്നു, ഈ പറയുന്ന കമ്മിറ്റികൾ ആരൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകാം. ഷുവറായിട്ടും ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സെഷനിലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ സബ്മിറ്റ്സ് ഹിസ് റെസിഗ്നേഷൻ ടു ഡാഷ്. ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആണെന്ന് വിചാരിക്കുക, ഓം ബിർള എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ. രാജസ്ഥാനിലുള്ള കോട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഓം ബിർള. അതൊരു മുൻവർഷ ചോദ്യമാണ്. ഈ പറയുന്ന ഓം ബിർള എന്ന് പറയുന്ന വ്യക്തി ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളതെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആരോടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നിങ്ങളാണെങ്കിൽ ഏതാണ് ഉത്തരം ശരിയായിട്ട് എഴുതുക? ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഈ പറയുന്ന കത്ത് കൊടുക്കില്ലല്ലോ, രാജിക്കത്ത് സമർപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഈ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയുടെ ചെയർമാനാണ് ഈ പറയുന്ന എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ് ഈ പറയുന്ന നമ്മളുടെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് ലോക്സഭയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി ഇന്ത്യന്റെ മൊത്തത്തിലുള്ള എലക്റ്റഡ് ഹെഡ് ആണ് പ്രസിഡന്റ്. അതുകൊണ്ട് പ്രസിഡന്റിന് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ രാജിക്കത്ത് സ്വീകരിക്കാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് പ്രസിഡന്റുമല്ല. ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതായത് ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറെ സഹായിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. ആ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഈ പറയുന്ന എന്ത് സ്വീകരിക്കേണ്ടത്? രാജിക്കത്ത് സ്വീകരിക്കേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലോക്സഭാ സ്പീക്കറിന് ഇല്ലാത്ത സമയത്ത് സഭ നിയന്ത്രിക്കേണ്ട വ്യക്തിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹമാണ് ഈ പറയുന്ന ലോക്സഭാ സ്പീക്കർ എപ്പോഴെങ്കിലും റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ രാജിക്കത്ത് സ്വീകരിക്കേണ്ടത്.
അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, ലോക്സഭ എന്ന് പറയുന്നത് പാർലമെന്റിലെ ലോവർ ഹൗസ് ആണ്. ആ ലോവർ ഹൗസിനെ ഈ പറയുന്ന ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ എല്ലാം ലോക്സഭ ഇലക്ഷനിലൂടെ ജയിച്ചിട്ടുള്ള MP-മാരിൽ നിന്ന് മെജോറിറ്റി ഉള്ള ഒരു പാർട്ടിയുടെ ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന ലോക്സഭയുടെ MP ആയിട്ട് മാറുക, ലോക്സഭയുടെ സ്പീക്കറായിട്ട് മാറുക. ആ ലോക്സഭ സ്പീക്കർ ഈ പറയുന്ന വ്യക്തിയായിരിക്കും 5 വർഷം തുടർച്ചയായിട്ടുള്ള 5 വർഷക്കാലത്തേക്ക് സഭ നിയന്ത്രിച്ചു കൊണ്ടുപോവുക. ഓക്കെ, അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവും. അതും ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ജയിപ്പിച്ചു വിടുന്ന ഒരാളാണ്. എനിക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെയും അങ്ങനെ തന്നെയാണ് എലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ ജയിപ്പിച്ചു വിടുന്ന ഈ ലോക്സഭ സ്പീക്കർ ഇല്ലാത്ത സമയത്ത് സഭ നിയന്ത്രിക്കേണ്ട വ്യക്തിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സോ ഇൻ കേസ് ലോക്സഭ സ്പീക്കർ അന്തരിക്കുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, സഭ നിയന്ത്രിക്കേണ്ട അടുത്ത വ്യക്തി ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇൻ കേസ് പ്രസിഡന്റ് ഈ പറയുന്ന ലോക്സഭ സ്പീക്കർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഇൻ കേസ് ഇനി ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറാണ് രാജിവെക്കുന്നത് എങ്കിൽ അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ലോക്സഭ സ്പീക്കർക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, വൈസ് വേഴ്സയാണ് അവർ തമ്മിലുള്ള ബന്ധം. ഓക്കെ, ലോക്സഭ സ്പീക്കർ രാജിവെക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് കത്ത് കൊടുക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ രാജിവെക്കുകയാണെങ്കിൽ ലോക്സഭ സ്പീക്കർക്ക് കത്ത് കൊടുക്കണം. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ അവിടെയും പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റിന് രാജിക്കത്ത് സമർപ്പിക്കണം, വൈസ് പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് രാജിക്കത്ത് സമർപ്പിക്കണം. അവർ തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള റെസിഗ്നേഷൻ അപ്പോയിന്റ് ചെയ്യേണ്ട വ്യക്തി ആരാണ്, റിമൂവ് ചെയ്യേണ്ടത് ആരാണ്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആര്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ മറ്റ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരാണ്? അങ്ങനെ ആ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള അപ്പോയിന്റിംഗ്, റെസിഗ്നേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഏജ്, അതൊക്കെ ഒന്ന് എക്സാമിന് പോകുമ്പോൾ നോക്കി വെച്ചിട്ട് പോവുക. കാരണം അവിടെ പോകുമ്പോൾ കൺഫ്യൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് പറയുന്നുണ്ട്, സ്പീക്കറിന്റെ ആബ്സെൻസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടി ഇരിക്കുക. ലോക്സഭ സ്പീക്കർ എപ്പോഴും ഒരു ലോക്സഭ കഴിഞ്ഞ് അടുത്ത ലോക്സഭ എലക്ട് ചെയ്ത് ഒരു പ്രോട്ടോം സ്പീക്കർ വരുന്നത് വരെ, ഓക്കെ, ഒരു വ്യക്തിയെ പ്രോട്ടോം സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുമല്ലോ, ആ ടെമ്പററി സ്പീക്കറായിട്ട്. അതിനുശേഷമുള്ള പറയുന്ന ലോക്സഭ സ്പീക്കർക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു വരുന്നത് വരെ ലോക്സഭ സ്പീക്കർ തുടരും. ഓക്കെ, ഇൻ കേസ് അങ്ങനെ തുടരാനുള്ളൊരു ഇല്ല എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ആ ഒരു പോസ്റ്റ് തുടരുക. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോണേ. ഇനി ഏറ്റവും അവസാനം പറയുന്നതാണ്, വാട്ട് ഈസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിലെ ഗവർണറുടെ റിട്ടയർമെന്റ് ഏജ് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 60 വയസ്സാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 62 വയസ്സാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 65 വയസ്സാണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നോട്ട് സ്പെസിഫൈഡ് ആണ്. ഇത് ഒരു കുടുക്കാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കോമൺ സെൻസ് ആ സമയത്ത് നമ്മളെ ഹിൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആളുകൾ ഇതിലേക്കോട്ട് ക്ലിക്ക് ചെയ്യും. ഇനി ഹൈക്കോടതി പോലെയുള്ള ചീഫ് ജസ്റ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ജഡ്ജസിനെയൊക്കെ റിട്ടയർ ചെയ്യുന്ന ഏജ് ആണ് 62. അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് പേര് കൺഫ്യൂഷൻ ആയിപ്പോകും. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, മറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, ഈ പറയുന്ന CAG ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു ഏജ് ആണ് 65 വയസ്സ്. അവിടെയും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ശരിയായിട്ടുള്ള ഉത്തരം എന്താ? ശരിയായിട്ടുള്ള ഉത്തരം നോട്ട് സ്പെസിഫൈഡ് ആണ്. പ്രസിഡന്റ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എത്ര കാലത്തേക്ക് എന്നുള്ളത് ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഗവർണർ എന്ന് പറയുന്ന പദവി പ്രസിഡന്റിന് ആ ഒരു വ്യക്തിയിൽ വിശ്വാസമുള്ളിടത്തോളം കാലം, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നിടത്തോളം കാലം, ടിൽ ദ മൊമെന്റ് ഹി കീപ്സ് പ്ലഷർ ഓൺ ദി ഗവർണർ, പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവർണറെ തുടരാനായിട്ട് അവകാശമുണ്ട്. ഇനി ആ വ്യക്തിക്ക് പ്ലഷർ നഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്ക് ഈ പറയുന്ന ഗവർണർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഈ വ്യക്തിയെ നീക്കാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ആ സമയത്ത് പ്രസിഡന്റിന് ആരോടും ഒരു കാര്യവും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പാർലമെന്റിനോടോ ഈ പറയുന്ന ക്യാബിനറ്റിനോടോ ആരോടും അഡ്വൈസ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പ്രസിഡന്റിന് സ്വമേധയാ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഡിസ്ക്രിഷണറി പവറാണ് പ്രസിഡന്റിൻ്റെത്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ച് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനിയുമുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത ഫാക്ട്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ട് പോകേണ്ടത്, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ജനറൽ അവയർനെസ് എന്നല്ല, ഏതൊരു സംഭവവും കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പോവുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ എക്സാമിന് അടുത്തുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനി കൂടുതലായിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് കടക്കാതെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി
തയ്യാറാക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പോവാം. ഓക്കെ, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. എക്സാമിൻ കറണ്ട് പാറ്റേൺ എങ്ങനെയൊക്കെയാണ്, മുൻപുണ്ടായിരുന്ന ട്രെൻഡ് എങ്ങനെയായിരുന്നു, ഏത് മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം, ഏത് മേഖലയിൽ നിന്ന് കൂടുതൽ വെയിറ്റേജ് ലഭിക്കുന്നു പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ലഭിക്കുന്ന ഒരു മേഖലയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കുഴപ്പത്തിലാവും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് പഠിച്ച ഓരോ മേഖല, ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഓരോ മേഖലയും അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫാക്ട്സ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് പോയാൽ തന്നെ പോളിറ്റിയിൽ നിന്ന് ഷുവർ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.